السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أنبياء والمرسلين وعلى آله وصحابته أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ സ്നേഹം നിറഞ്ഞ വിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആമുഖമായി സ്വന്തത്തോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയുടെ 187 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. നോമ്പും നോമ്പിൻ്റെ വിധിവിലക്കുകളും നോമ്പെന്ന് പറയുന്ന ആരാധന അല്ലാഹു സുബ്ഹാനഹു തആല വിശ്വാസികൾക്ക് നടപ്പിലാക്കി കൊടുത്ത രീതിയുമാണ് നമ്മൾ പഠിച്ചത്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു തആല അടുത്ത ഒരു വിഷയത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. 188-ാമത്തെ ആയത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولا تأكلوا أموالكم بينكم بالباطل وتدلوا بها إلى الحكام لتأكلوا فريقا من أموال الناس بالإثم وأنتم تعلمون. ولا تأكلوا, നിങ്ങൾ തിന്നുകയും ചെയ്യരുത്, നിങ്ങൾ തിന്നരുത്. അക്കല എന്ന പദം നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. അക്കല യഅ്കുലു എന്ന പദത്തിൻ്റെ നഹിയാണ് ലാ തഅ്കുൽ, നീ തിന്നരുത്. അതിൻ്റെ ജംആണ് ലാ തഅ്കുലൂ, നിങ്ങൾ തിന്നരുത്. അംവാലക്കും, നിങ്ങളുടെ സമ്പത്ത്. ബൈനക്കും, നിങ്ങൾക്കിടയിൽ. അപ്പോൾ പരസ്പരം നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ സമ്പത്തിനെ തിന്നരുത്. ബിൽ ബാത്തുൽ, അന്യായമായി. ബാത്തുൽ എന്ന വാക്കിന് നമുക്കറിയാം അസത്യം, നിരർത്ഥകമായത്, തെറ്റായ വഴി എന്നൊക്കെ ബാത്തുലിനർത്ഥമുണ്ട്, ബാത്തിലാവുക. അപ്പോൾ ഇവിടെ അന്യായമായി നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ സമ്പത്തിനെ നിങ്ങൾ തിന്നരുത്. പിന്നെ അല്ലാഹ് പറഞ്ഞു വ തുദുലൂ ബിഹാ ഇലൽ ഹുക്കാം. തുദുലു, നിങ്ങൾ ഇട്ടുകൊടുക്കരുത്, സമർപ്പിക്കരുത്. അതല്ലെങ്കിൽ നിങ്ങൾ ആ സമ്പത്തിനെ നിങ്ങൾ ഇലൽ ഹുക്കാം, ഭരണകർത്താക്കളുടെ മുന്നിലേക്ക് നിങ്ങൾ വലിച്ചെറിഞ്ഞു കൊടുക്കരുത്. ലിതഅ്കുലൂ, തിന്നുന്നതിനു വേണ്ടി. ഫരീഖൻ, നിങ്ങളിൽ ഒരു വിഭാഗത്തിന് മിൻ അംവാലിന്നാസി ബിൽ ഇസ്മി, ജനങ്ങളുടെ സമ്പത്തിൽ നിന്ന് ബിൽ ഇസ്മി, തെറ്റായിക്കൊണ്ട് ഒരു വിഭാഗത്തിന് കുറ്റകരമായ രൂപത്തിൽ അത് തിന്നാൻ നിങ്ങളുടെ സമ്പത്തിനെ ഭരണാധികാരികളുടെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കരുത്. വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിവുള്ളവരായിരിക്കേ. അതിൻ്റെ മീനിങ്ങൾ ആദ്യം പറഞ്ഞു വെച്ചത്, അതിനുശേഷം വിശദീകരിക്കുമ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും. നമുക്കറിയാം ഇവിടെ വലാ തഅ്കുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ, നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ സമ്പത്തിനെ അന്യായമായി തിന്നരുത് എന്ന് പറഞ്ഞു. അപ്പം നിങ്ങളുടെ സമ്പത്തെന്ന് പറഞ്ഞാൽ സ്വന്തം സമ്പത്ത് കഴിച്ചൂടെ? സ്വന്തം സമ്പത്ത് കഴിക്കാം. പക്ഷെ ഇവിടെ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, നിങ്ങളുടെ സമ്പത്തെന്ന് ഉദ്ദേശിച്ചത് വിശ്വാസികളുടെ സമ്പത്ത്, അതാണ് അവിടെ അർത്ഥാക്കണത്. അതാണ് ബൈനക്കും, നിങ്ങൾക്കിടയിൽ എന്നുകൂടി ഒരു വാക്ക് പറഞ്ഞു. നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ സമ്പത്തിനെ ബിൽ ബാത്തുൽ,
അന്യായമായി കഴിക്കാൻ പാടില്ല. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ അന്യൻ്റെ സ്വത്ത് അന്യായമായി നിങ്ങൾ തിന്നരുത്. അതാണ് ആ വാചകത്തിൻ്റെ അർത്ഥം. വിശുദ്ധ ഖുർആൻ ഒരു പടി കൂടി മുമ്പിലേക്ക് വെച്ചു. വതുദുലൂ ബിഹാ ഇലൽ ഹുക്കാം. തുദുലു അദില യുദുലി, അദില എന്ന വാക്കിൽ നിന്നാണ് തുദുല വന്നത്. നമ്മൾ ഭാഷയിൽ ദൽവ് എന്ന് പഠിച്ചിട്ടില്ല. ദൽവ് ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ദൽവ്. ദൽവ് എന്ന് പറഞ്ഞാൽ കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ദൽവ്. ബക്കറ്റ് അല്ലെങ്കിൽ തൊട്ടി എന്നൊക്കെ നമ്മൾ പറയും. ചെറിയ മദ്രസയിലെ കുട്ടികളെ പഠിപ്പിക്കാറുള്ളൊരു വേർഡാണ്. അപ്പോൾ ഈ വാക്കിൽ നിന്നാണ് അദില വന്നിട്ടുള്ളത്, തുദില. അപ്പോൾ ഒരു സാധനം എടുക്കാൻ വേണ്ടി മറ്റൊരു സാധനം ഇറക്കുക, വെള്ളം കോരാൻ വേണ്ടി തൊട്ടിയെ ഇറക്കുന്നതിനാണ് അദില എന്ന് ഭാഷാപരമായി പറയുക. കാലി തൊട്ടിയെ ഇറക്കുക, വലിച്ചെടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് വെള്ളം ഉണ്ടാവും. അപ്പോൾ ഒന്ന് കാലിയാക്കി അങ്ങ് വിടും, നിറച്ചിങ്ങ് പൊക്കുക. അപ്പോൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ് അദില. അതാണ് അല്ലാഹു സുബ്ഹാനഹു ഇവിടെ പറഞ്ഞത് വതുദുലൂ ബിഹാ ഇലൽ ഹുക്കാം. ഭരണാധികാരികളുടെ അടുക്കൽ അല്ലെങ്കിൽ ഭരണകർത്താക്കൾ, ഹാക്കിമുകൾക്ക് നിങ്ങൾ ആ സമ്പത്തിനെ ഇട്ടുകൊടുക്കരുത്. രണ്ട് രൂപത്തിലാണ് ഇതിനെ വ്യാഖ്യാനിച്ചത് പണ്ഡിതന്മാർ. ഒന്ന്, അന്യൻ്റെ മുതൽ കൈക്കലാക്കാൻ വേണ്ടി കള്ളക്കേസ് കൊടുക്കുക. അതാണ് ഭരണാധികാരിയുടെ മുന്നിലേക്ക് കൊണ്ടുപോയിട്ട് അന്യൻ്റെ സ്വത്തിനെ വിധി പറയാൻ ഇട്ടുകൊടുക്കുക. രണ്ടാമത്തെ വ്യാഖ്യാനം, അന്യൻ്റെ സ്വത്ത് കൈക്കലാക്കാൻ വേണ്ടി കൈക്കൂലി കൊടുക്കുക. ഹാക്കിമുകൾക്ക്, ഭരണാധികാരികളെ സ്വാധീനിച്ച്, വിധികർത്താക്കളെ സ്വാധീനിച്ച് കള്ളത്തെളിവുകൾ സമർപ്പിച്ച് അതല്ലെങ്കിൽ കൈക്കൂലി കൊടുത്തുകൊണ്ട് അന്യൻ്റെ മുതൽ തട്ടിയെടുക്കുക. ഇത് രണ്ടാണെങ്കിലും ലക്ഷ്യം ഒന്നാണ്, മറ്റൊരാളുടെ സമ്പത്ത് കൈക്കലാക്കുക. ഇത് യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ ചുറ്റുപാടിലേക്ക് നോക്കിയാൽ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ പറ്റും. ചിലപ്പോൾ തൻ്റേതല്ലാത്ത സ്ഥലം നേടിയെടുക്കാൻ വേണ്ടി പ്രമാണത്തിൽ പോലും ഉണ്ടാവില്ല, എന്നാലും കൊണ്ടുപോയി കേസ് കൊടുക്കും. എന്നിട്ട് ആ കേസിൻ്റെ പേരിൽ മറ്റൊരുത്തൻ്റെ അവകാശമാണ്, ആ അവകാശം അവന് കിട്ടാതിരിക്കാൻ വേണ്ടി കേസിൻ്റെ പിറകെ ഒരാളെ കൊണ്ടുപോയി ഇടങ്ങേറാക്കുക. അതാണ് തുദുലൂ ബിഹാ ഇലൽ ഹുക്കാം. ഭരണാധികാരികളുടെ അടുക്കലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിന് കുറച്ച് കാലതാമസം ഉണ്ടാവും. അതേപോലെ തന്നെ കുറച്ച് പിറകെ നടക്കേണ്ടി വരും. ഇനി നിലവിലുള്ള തെളിവുകൾ വെച്ച് വിധിക്കാൻ നോക്കിയാൽ ചിലപ്പോൾ അവകാശിക്ക് അവകാശം നഷ്ടപ്പെട്ടു പോയേക്കാം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഇൻഷാ അല്ലാഹ് അതിൻ്റെ മറ്റു വിധിവിലക്കുകൾ വിശദീകരിക്കാം ബാക്കി ഭാഗം കൂടി പറഞ്ഞിട്ട്. ലിതഅകുലു, നിങ്ങൾ ഭരണാധികാരികളുടെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കരുതെന്ന് പറഞ്ഞപ്പോൾ ലിതഅകുലു, തിന്നുന്നതിന് വേണ്ടി ഇട്ടുകൊടുക്കരുത്. ഫരീഖൻ, ഒരു വിഭാഗത്തിന്. ഫരീഖൻ എന്ന വാക്കൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഫിർഖത്തിൽ നിന്നാണ് ഫരീഖ് വന്നിട്ടുള്ളത്. ഫരീഖ് എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗത്തിന് തിന്നുന്നതിന് വേണ്ടി ഇട്ടുകൊടുക്കരുത്. മിൻ അംവാലിന്നാസ്, ജനങ്ങളുടെ സമ്പത്തിൽ നിന്ന്. ബിൽ ഇസ്മി, കുറ്റകരമായ രൂപത്തിൽ. വഅൻതും തഅലമൂൻ, നിങ്ങൾക്കറിയാം, നിങ്ങൾ അറിഞ്ഞുകൊണ്ടാണ്, അത് തെറ്റാണെന്നറിയാം, എന്നിട്ട് നിങ്ങൾ ഭരണാധികാരികൾക്ക് ഒന്നെങ്കിൽ പൈസ കൊടുത്ത് അന്യൻ്റെ മുതൽ വാങ്ങാൻ നോക്കുന്നു, അല്ലെങ്കിൽ കോടതിയെ സമീപിച്ച് അന്യായമായി മറ്റൊരാളുടെ അവകാശം തട്ടിയെടുക്കാൻ നോക്കുന്നു. ഈ ആയത്തിനെ പ്രധാനമായും പണ്ഡിതന്മാർ തെളിവ് പിടിക്കാറുള്ളത് റിശ്വത്തിനാണ്, കൈക്കൂലി കൊടുക്കണേനാണ്. കൈക്കൂലി ഹറാമാണെന്ന് തെളിവ് പിടിക്കുന്ന ആയത്താണ് സൂറത്തുൽ ബഖറയിലെ 188 ആയത്ത്. കൈക്കൂലി കൊടുക്കുന്നത് ഹറാമാണ്. കൈക്കൂലിക്കൊരു പ്രശ്നമുണ്ട്. കൈക്കൂലി കൊടുക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ അവിടെ സംഭവിക്കും. ഏതെങ്കിലും ഒന്നവിടെ സംഭവിച്ചിരിക്കും. ഒന്നെങ്കിൽ അന്യൻ്റെ അവകാശം നമ്മൾ കൈക്കൂലി കൊടുത്ത് അപഹരിക്കും, അതല്ലെങ്കിൽ അന്യായമായി ഒരു കാര്യം നമ്മൾ നേടിയെടുക്കും. ചിലപ്പോൾ ഇത് രണ്ടും സംഭവിച്ചേക്കാം, അതല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് സംഭവിക്കും. ഇനി നോക്കൂ, ഇവിടെ ഖുർആൻ നടത്തിയൊരു പ്രയോഗമുണ്ട്. ഒരു വിഭാഗം ജനങ്ങളുടെ സമ്പത്ത് തിന്നുന്നതിന് വേണ്ടി നീ ഹാക്കിമുകളിലേക്ക്, വിധികർത്താക്കളിലേക്ക് നീ അവൻ്റെ സമ്പത്ത് ഇട്ട് കൊടുക്കരുതെന്ന് പറഞ്ഞു. അവിടെ ഖുർആൻ ഉപയോഗിച്ച പദം നോക്കൂ, തിന്നുക. മലയാള ഭാഷയിൽ പോലും നമ്മൾ പറയാറുണ്ട്, എന്തിനാടാ അന്യൻ്റെ പൈസ തിന്നണത്,
എന്തിനാണ് നിനക്ക് അവകാശമില്ലാത്തത് നീ തിന്നുന്നത്? അപ്പം നമ്മുടേതല്ലാത്തൊരു സാധനം നമ്മൾ കൈക്കലാക്കാൻ നോക്കിയാൽ ഭാഷാപരമായി നമ്മൾ മലയാളത്തിൽ പോലും പറയാറുള്ളതാണ്, എന്തിന് നീ അത് തിന്നണം, ഹറാം എന്തിന് തിന്നണമെന്ന് ചോദിക്കും. അല്ലെങ്കിൽ മറ്റൊരാടം മുതൽ എന്തിനാണ് നീ കഴിക്കണമെന്ന് ചോദിക്കും. അതേ പദപ്രയോഗം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, അതേ ശൈലിയാണ്. ഇനി നോക്കൂ, ഇവിടെ ഹാക്കിമുകളുടെ അടുക്കിലേക്ക് ഇട്ടുകൊടുക്കരുതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ. അതുമായി ബന്ധപ്പെട്ട് ചില ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഈ ആയത്ത് അവതരിക്കാൻ ചില കാരണങ്ങൾ തഫ്സീറുകൾ വിശദീകരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ രണ്ടാളുകൾ ഒരു സ്ഥലത്തിൻ്റെ വിഷയത്തിൽ അവരുടെ രണ്ടുപേരുടെ കയ്യിലും തെളിവില്ല അത് തങ്ങളുടെ സ്ഥലമാണെന്ന്. അങ്ങനെ ഒരു തർക്കം വന്നപ്പോൾ രണ്ടടിമകളാണവർ. ഈ അടിമകളുടെ യജമാനൻ പറഞ്ഞു, നിങ്ങളൊരു പണി ചെയ്യും, നിങ്ങൾ പരസ്പരം സത്യം ചെയ്ത് ആരെങ്കിലും ഇത് നേടിയെടുക്കുമെന്ന് പറഞ്ഞു. സത്യം ചെയ്ത് ഇതെൻ്റെയാണ് എന്ന് സത്യം ചെയ്ത് നേടിയെടുക്കാൻ പറഞ്ഞു. അപ്പം അങ്ങനെ സത്യം ചെയ്ത് നേടിയെടുക്കുന്നത് ഇസ്ലാം വിലക്കിക്കൊണ്ട് ആയത്ത് അവതരിപ്പിച്ചു മറ്റൊരിടത്ത്. അപ്പോൾ ഈ സന്ദർഭത്തിലാണ് ഈ ആയത്തും അവതരിച്ചതെന്നാണ് ഒരഭിപ്രായം. വല്ലാഹു തആല ആലം. മറ്റൊരു അഭിപ്രായമായി പറയുന്നത് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയാണ്, ഹാദാ ഫിർ റജുലി യകൂന അലൈഹിൽ മാൽ, സമ്പത്ത് കൈവശമുള്ള ഒരു മനുഷ്യൻ, പക്ഷേ വലൈസ അലൈഹി ഫീഹി ബയ്യിനത്തുൻ, അത് അവൻ്റെ സമ്പത്താണ്, പക്ഷെ അവൻ്റെ സമ്പത്താണെന്ന് തെളിയിക്കാനുള്ള പ്രൂഫൊന്നും അവൻ്റെ കയ്യിൽ നിലവിലില്ല. ശരിക്കും അത് അവൻ്റെ പൈസയാണ്, അല്ലെങ്കിൽ അവൻ്റെ എന്തും ആയിക്കോട്ടെ, എന്ത് അസറ്റും ആയിക്കോട്ടെ, അത് അവൻ്റെ ഹക്കാണ്. പക്ഷെ അത് അവൻ്റെ ഹക്കാണെന്ന് തെളിയിക്കാനുള്ള ബയ്യിനത്ത് അവൻ്റെ കയ്യിലില്ല, തെളിവുകൾ അവൻ്റെ കയ്യിലില്ല. ഈ സന്ദർഭത്തിൽ ഫയജ്ഹദുൽ മാല വയുഖാസിമു ഇലൽ ഹുക്കാം, മറ്റൊരാൾ ഇത് നിഷേധിച്ചുകൊണ്ട് ഇത് ഇവൻ്റെ സമ്പത്തല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹാക്കിമിൻ്റെ മുന്നിൽ കൊണ്ടുപോയി പരാതി കൊടുക്കും, കോടതിയെ സമീപിക്കും, അല്ലെങ്കിൽ പോലീസിൽ പരാതി കൊടുക്കും. അങ്ങനെ വഹുവ യഅരിഫു അന്നഹുൽ ഹഖ്ക അലൈഹി, പരാതി കൊടുക്കണവനറിയാം ഇത് അവൻ്റേത് തന്നെയാണെന്ന്. പരാതി കൊടുക്കണവനറിയാം ഇത് അവൻ്റെ പൈസയാണ്, അവൻ്റെ അസറ്റാണെന്നറിയാം. വഹുവ യഅലമു അന്നഹു ആസിമുൻ ആക്കിലു ഹറാം, അറിഞ്ഞുകൊണ്ടവൻ പാപിയായി ഹറാമു തിന്നുകയാണ്. ഇതിനെ വിമർശിച്ചുകൊണ്ടാണ് ഈ ആയത്ത് അവതരിച്ചിട്ടുള്ളത്. ഇത് യഥാർത്ഥത്തിൽ ജൂതന്മാരുടെ ഒരു സ്വഭാവമാണ്. ജൂതന്മാരുടെ ഒരു സ്വഭാവമാണ്. അവരുടെ അവകാശമല്ലാത്ത ഭൂമി അവർ കയ്യേറും, അവരുടെ അവകാശമല്ലാത്ത വീടുകൾ അവർ പിടിച്ചെടുക്കും, സ്ഥലങ്ങൾ പിടിച്ചെടുക്കും, ബിസിനസ്സുകൾ പിടിച്ചെടുക്കും. അതിൻ്റെ എത്രയോ ഉദാഹരണങ്ങൾ ഏത് കാലഘട്ടത്തിലും നമുക്ക് കാണാൻ കഴിയും, ഏത് കാലഘട്ടത്തിലും കാണാൻ കഴിയും. ഈ സമകാലിക സാഹചര്യത്തിൽ ലോകത്തുള്ള എല്ലാ കോണുകളിലുള്ളവർക്കും കാണാൻ കഴിയും. ഈ പണിയെടുക്കുന്ന ലോകത്തിലെ മനുഷ്യന്മാരാരാണ്? അവർ യഹൂദികളാണ്. പാവപ്പെട്ട ഫലസ്തീനികളുടെ സമ്പത്ത് അവർ കൊള്ളയടിച്ചു, സ്ഥലം അവർ പിടിച്ചെടുത്തു, വീടുകൾ അവർ കൈക്കലാക്കി, മുമ്പ് അവർ താമസിച്ചിരുന്ന ഇടങ്ങളെല്ലാം അവർ അന്യായമായി കൈക്കലാക്കി. ഇത് ജൂതന്മാരുടെ ഒരു സ്വഭാവമാണ്. ഇത് മദീനയിൽ ജൂതന്മാർ താമസിച്ചിരുന്നപ്പോൾ അവർക്കിടയിൽ ഇതിൽ ശക്തമായിട്ടുണ്ട്. മറ്റൊരാളുടെ സമ്പത്ത് ഹാക്കിമിൻ്റെ മുന്നിലേക്ക് എത്തിക്കുക, തെളിവുകൾ, കള്ളത്തെളിവുകൾ കൊടുക്കുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹാക്കിം വിധി പറയും, അത് മറ്റൊരാൾ തട്ടിയെടുക്കുക. ഇതിന്ന് നമ്മൾ മുസ്ലിങ്ങളെന്ന് പറയുന്നവരുടെ ഇടയിൽ പോലും ഇന്നുണ്ട് അല്ലേ? ഇന്ന് ദുബൈയിൽ നടക്കുന്ന ബിസിനസ്സുകൾ പലതും ഷെയറായി ബിസിനസ് തുടങ്ങും. ഒരാളുടെ പേരിലായിരിക്കും എഗ്രിമെൻ്റ് എഴുതി വെക്കുക. ബിസിനസ് അങ്ങോട്ട് വളർന്നു കഴിയുമ്പോഴേക്കും കുറച്ച് കഴിയുമ്പോൾ മറ്റവൻ്റെ സ്വഭാവം മാറും. അങ്ങനെ അവൻ തട്ടിയെടുക്കാൻ നോക്കും. വിധികർത്താക്കളുടെ അടുക്കലേക്ക് എത്തുമ്പോൾ രേഖ ആരുടെ കയ്യിലാണ്? തട്ടിയെടുത്തവൻ്റെ കയ്യിലാണ് തെളിവുകൾ മുഴുവനുള്ളത്. അതാണ് ഹാക്കിമിൻ്റെ മുന്നിൽ ഇതെത്തിയാൽ ഹാക്കിം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിധി പറയും. അങ്ങനെ വിധി പറഞ്ഞാൽ അത് അവകാശിയുടെ അവകാശം ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയേക്കാം. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അഡ്വാൻസ് ഈ വിഷയം പറഞ്ഞിരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല ഇന്നമ അന ബശർ, ഞാനൊരു മനുഷ്യൻ മാത്രമാണ്. വ ഇന്നമ യഅതീനി അൽ ഖിസ്മു, നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് ഒരു കേസ് കൊണ്ടുവരും. ഫലഅല്ല ബഅളകും അൻ യകൂന അൽഹന ബിഹുജ്ജതിഹി മിൻ ബഅളി ഫഅഖ്ലി ലഹു, നിങ്ങളൊരു കേസ് എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരും. ആ കേസിന് നിങ്ങൾ ചില ആളുകൾ മറ്റു ചിലരേക്കാൾ തെളിവുകൾ നിങ്ങൾ എൻ്റെ അടുക്ക് കൊണ്ടുവരും. ആ തെളിവ് വെച്ചുകൊണ്ട് ഞാൻ വിധി പറയും. ഫമൻ ഖളൈതു ലഹു ബിഹഖി മുസ്ലിമിൻ, അങ്ങനെ ഒരു മുസ്ലിമിൻ്റെ ഹക്ക്
അന്യായമായി ആരെങ്കിലും അപഹരിച്ചെടുക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തതെങ്കിൽ ഫഇന്നമാ ഹിയ ഖിതഅതും മിന്നാർ, ഞാൻ അവന് വീതിച്ചു കൊടുക്കുന്നത്, ആ കള്ളത്തെളിവുകളുമായി വന്നവനുണ്ടല്ലോ അവന് ഞാൻ വീതിച്ചു കൊടുക്കുന്നത് നരകത്തിൽ നിന്നുള്ളൊരു കഷ്ണമായിരിക്കും. നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും താൻ വിധി പറയുന്നതിനെ പറ്റി പറയുകയാണ്, വിധികർത്താവെന്ന നിലക്ക് എൻ്റെ മുന്നിൽ ഉണ്ടായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് വിധി പറയുക. ആ വിധി പറയുമ്പോൾ മറ്റൊരാളുടെ മുസ്ലിമിൻ്റെ അവകാശം ഹനിച്ചെടുക്കാൻ വേണ്ടിയാണ് ഒരാൾ ഈ കേസ് എൻ്റെ മുന്നിൽ കൊണ്ടുവന്നത്, അവൻ തെളിവുകൾ സമർപ്പിച്ചതെങ്കിൽ ഞാൻ അവന് വിധി പറയുന്നതിലൂടെ വീതിച്ചു കൊടുക്കുന്ന നരകത്തിലെ ഒരു കഷ്ണമായിരിക്കുമെന്ന് ഒന്നാലോചിച്ച് നോക്ക്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയം പോലും ഇങ്ങനെയാണെങ്കിൽ മറ്റു കോടതികളുടെയും മറ്റു വിധികർത്താക്കളുടെയും വിഷയം എന്താകും? അപ്പോൾ വിധികർത്താവിനെ സംബന്ധിച്ചിടത്തോളം അയാൾ വിധി പറയേണ്ടത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ തെളിവ് വെച്ച് നോക്കുമ്പോൾ വിധി പറയുന്നത് മറ്റൊരാളുടെ അവകാശം ചിലപ്പോൾ ഹനിക്കപ്പെട്ടേക്കാം. ഈ ഹദീസ് വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുകയാണ്, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാക്കിമിന് കൊടുത്തൊരു ഇളവാണ്. ഹാക്കിമിന് കൊടുത്തൊരു ഇളവാണ്. ഒരാളിങ്ങനെ വിധി പറഞ്ഞു, ഒരു ഭരണാധികാരി കോടതിയിൽ ജഡ്ജി വിധി പറഞ്ഞു. ജഡ്ജി തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് വിധി പറഞ്ഞത്. പക്ഷേ അവിടെ നീതി ലഭിക്കേണ്ടവന് നീതി ലഭിച്ചില്ല. അയാളുടെ മുന്നിൽ തെളിവുകളുണ്ട്. ഈ വിഷയത്തിൽ ഹാക്കിമിന് ഒരു കൂലിയുണ്ടെന്നാണ്. ഹാക്കിമിന് ഒരു കൂലിയുണ്ട്. അയാൾ പരിശ്രമം നടത്തി തെളിവുകൾ വെച്ചിട്ട്, പക്ഷെ തെറ്റായിപ്പോയി, അയാൾക്കൊരു കൂലിയുണ്ട്. ആ ഹാക്കിമ് തെളിവുകൾ വെച്ച് പരിശ്രമം നടത്തി നീതി ലഭിക്കേണ്ടവന് നീതി ലഭിച്ചാൽ 2 കൂലിയുണ്ട്. അപ്പോൾ ഹാക്കിമിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ വിധി പറഞ്ഞാൽ അയാളെ കുറ്റം പറയാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ഈ വിഷയം വളരെ വിശദമായി ഫിഖ്ഹിൻ്റെ മേഖലയിൽ ചർച്ച ചെയ്തൊരു വിഷയമാണ്. ചിലപ്പോൾ ഹാക്കിം ഒരു വിധി പറയാം, പക്ഷെ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അവിടെ അവകാശിയുടെ അവകാശം ആ വിധിയിലൂടെ തടയപ്പെടുന്നില്ല എന്നുകൂടി പണ്ഡിതന്മാർ കൂട്ടിച്ചേർത്തു. ചിലപ്പോൾ അയാളുടെ അവകാശമായിരിക്കും, തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റൊരാൾക്ക് പോയി, പക്ഷെ റബ്ബിൻ്റെ അടുക്കൽ ആ ഹാക്കിമിൻ്റെ വിധി കാരണം അള്ളാൻ്റെ അടുക്കൽ അത് തടയപ്പെടില്ല. പക്ഷെ ഹാക്കിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാൻ്റെ അടുക്കൽ ഉദ്റുണ്ട്. അയാൾ തെളിവ് പറഞ്ഞത് വിധി പറഞ്ഞത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പറയുകയാണ്, ഞാൻ മനുഷ്യനാണ്, നിങ്ങൾ കൊണ്ടുവന്ന തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് വിധി പറയാൻ പറ്റുള്ളൂ. ഇനി ആരുടെയെങ്കിലും അവകാശം ആ വിധി കാരണം ഹനിക്കപ്പെട്ടാൽ തെളിവ് കൊണ്ടുവന്നവനായിരിക്കും കുറ്റക്കാരൻ. അപ്പോൾ എപ്പോഴും എല്ലാത്തിലും കയറി ഒരാൾ ജഡ്ജ്മെൻറ്റ് നടത്തിയാൽ നമ്മൾ പോയി അയാൾക്കെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കേണ്ട ആവശ്യമില്ല. കാരണം അതിനൊക്കെ ഒരു പ്രോട്ടോക്കോളുണ്ട്. വിധികർത്താക്കൾക്ക് വിധി പറയാൻ ഒരു രീതിയുണ്ട്, അതനുസരിച്ച് വിധി പറയാം. ചിലപ്പോൾ നമ്മുടെ മുന്നിൽ അന്യായമായി തോന്നിയേക്കാം, എങ്കിൽ പോലും വിധി എന്താണോ അതാണ് അവിടെ, തെളിവുകൾ എന്താണോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിധി പറയുക. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പോലും ഇസ്ലാമിൻ്റെ ഭരണാധികാരിയായിരിക്കുമ്പോൾ പോലും വിധി പറയണത് വേറെ ആളാണ്, ഉമർ റളിയല്ലാഹു അൻഹു അല്ല. അവിടെ ജഡ്ജി വേറെ ആളാണ്, ഖാളി വേറെ ആളാണ്. ഉമർ റളിയല്ലാഹു അൻഹു പോലും തൻ്റെ വിഷയത്തിലൊരു വിഷയം തർക്ക വിഷയമായി വന്നാൽ ഖാളിയെ വിളിക്കും, ജഡ്ജിയെ വിളിക്കും, വിധി പറയാൻ പറയും. പല സന്ദർഭങ്ങളിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന് എതിരെ വിധി പറഞ്ഞിട്ടുണ്ട് ഖാളി. ഉമർ റളിയല്ലാഹുവിൻ്റെ കുഴപ്പം കൊണ്ടല്ല, മറിച്ച് ഖാളി വന്ന് നോക്കുമ്പോൾ നിയമാനുസരണം ഉമർ റളിയല്ലാഹുവിൻ്റെ ഭാഗത്ത് ന്യായമില്ല എന്ന് പറയും. ഖാളിക്കത് പറയാനുള്ള നിർഭയത്വവും സ്വാതന്ത്ര്യവും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന ഇസ്ലാമിൻ്റെ ഭരണാധികാരി കൊടുത്തിരുന്നു എന്നാണ്. ഇവിടുത്തെ ഭരണാധികാരികൾ, ലോകത്ത് പല രാജ്യങ്ങളും ഭരിക്കുന്ന ഭരണാധികാരികൾ കണ്ണൊന്നുരുട്ടി നോക്കിയാൽ ജഡ്ജി മാറ്റി എഴുതുന്ന രീതിയല്ല അന്ന് ഇസ്ലാമിലുള്ളത്. ഉമർ റളിയല്ലാഹു അൻഹു ആണെങ്കിലും ശരി, ഇസ്ലാമിൻ്റെ വിധി ഇതാണെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യവും നിർഭയത്വവും അന്നത്തെ ഇസ്ലാമിൻ്റെ ഭരണാധികാരികൾ നൽകിയെന്നാണ്. നമ്മൾ ഹുർമുസാൻ്റെ ചരിത്രം പഠിക്കാറുണ്ട്. ഹോർമുസ് കടലിടുക്കിനെ പറ്റിയുള്ള പേര് വന്നത് ഹുർമുസാൻ്റെ ചരിത്രത്തിൽ നിന്നാണ്. വലിയൊരു ചരിത്രമാണ്, ആ ചരിത്രത്തിലേക്ക് ഞാൻ പോകണില്ല. പേർഷ്യയുടെ സൈന്യാധിപനാണ് ഹുർമുസാനെ മുസ്ലിങ്ങൾ പിടിച്ച് ഉമർ റളിയല്ലാഹുവിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നുണ്ട്. ഹുർമുസാൻ ശക്തമായി മുസ്ലിങ്ങൾക്കെതിരെ യുദ്ധം നടത്തിയ ആളാണ്. അവസാനം ഹുർമുസാനെ പിടിച്ചടക്കി മുസ്ലിമീങ്ങൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിൻ്റെ മുന്നിൽ വരികയാണ്. ഇതിൻ്റെ ഇടയിൽ ഒരുപാട് വലിയ ചരിത്രമാണ് കേട്ടോ, ഞാനത് സമയത്തിൻ്റെ പരിമിതി മൂലം ചുരുക്കാണ്. ഹുർമുസാനെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ ഹുർമുസാൻ അറിയാം ഇനി രക്ഷയില്ല, ഉമർ റളിയല്ലാഹു അൻഹു തലയെടുക്കും, അവസാന സമയമാണ്. ഉമർ റളിയല്ലാഹു ചോദിച്ചു, എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു.
അപ്പോൾ വെള്ളം കുടിക്കാൻ ആവശ്യപ്പെട്ടു. ഈ വെള്ളം കുടിക്കാൻ തന്നത്, ഈ ചോദ്യം ചോദിച്ചത് ഉമർ റളിയല്ലാഹു അൻഹു, ഈ ചോദ്യം ചോദിച്ചത് എന്തിനാണ്? എന്നെ കൊല്ലാൻ വേണ്ടിയല്ലേ? അത് കൊല്ലണതിന് മുമ്പ് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നാണ് ആ ചോദ്യം. അപ്പോൾ ആ ചോദ്യം ജീവിക്കാനുള്ളതാണോ മരിക്കാനുള്ളതാണോ? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ വെള്ളം, നീ ആവശ്യപ്പെട്ട ഈ വെള്ളം കുടിച്ചു തീരുന്നത് വരെ നിന്നെ കൊല്ലൂല. ഹുർമുസൻ ഭയങ്കര ബുദ്ധിശാലിയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക്, ഈ വെള്ളം കുടിച്ചു തീരുന്നത് വരെ നിന്നെ കൊല്ലൂല എന്നാണ്. ഹുർമുസൻ ആ വെള്ളം എടുത്ത് നേരെ താഴോട്ടൊഴിച്ചു, മണ്ണിലേക്ക് ഒഴിച്ചു, നിലത്തോട്ടൊഴിച്ചു. ഉമർ റളിയല്ലാഹുവിൻ്റെ വാക്ക്, ഈ വെള്ളം കുടിച്ചു തീരുന്നത് വരെ ഹുർമുസാനെ കൊല്ലൂല എന്നാണ്. ആ വെള്ളം കുടിച്ചില്ല, നേരെ മണ്ണിലേക്ക് ഒഴിച്ചു. അപ്പോൾ പിന്നെ ഹുർമുസാനെ കൊല്ലാൻ പറ്റുമോ? ഉമർ റളിയല്ലാഹു അൻഹുവിന് ദേഷ്യം വന്നു. പല സംവാദങ്ങൾ അവിടെ നടന്നു. അപ്പോൾ കൂട്ടത്തിൽ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമർ ഇബ്നു ഖത്താബ് പറയുന്നത്, താങ്കൾക്ക് അദ്ദേഹത്തെ കൊല്ലാൻ പറ്റൂല, കാരണം താങ്കൾ പറഞ്ഞ വാക്കിങ്ങനെയാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവും അദ്ദേഹവും തമ്മിൽ ചെറിയ ചർച്ചകൾ നടന്നു. ഹുർമുസാനെ രക്ഷപ്പെടുത്താൻ വല്ല താല്പര്യമുണ്ടോ എന്ന രൂപത്തിൽ അനസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. അപ്പോൾ ഹാക്കിമിനെ കൊണ്ടുവന്നു, വിധി പറയാൻ ഹാക്കിമിനെ കൊണ്ടുവന്നു, ഖാളിയെ വിളിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു, ഞാൻ ഈ പറഞ്ഞ വാക്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഖാളി പറഞ്ഞു, പ്രശ്നമുണ്ട്, ഹുർമുസാനെ കൊല്ലാൻ പറ്റൂല. താങ്കൾ പറഞ്ഞ വാക്ക്, ഈ വെള്ളം കുടിച്ചു തീരുന്നത് വരെ ഹുർമുസാനെ കൊല്ലാൻ പറ്റൂല എന്നാണ്. ആ വെള്ളം അദ്ദേഹം കൊട്ടിക്കളഞ്ഞു, ഇനി ആ വെള്ളം കുടിക്കാൻ പറ്റൂല. വാക്ക് പറഞ്ഞെടുത്ത് പ്രശ്നമുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ഹുർമുസാനെ കൊല്ലാതെ വിട്ടു. ഹുർമുസാൻ അത്ഭുതപ്പെട്ടു. കാരണം പേർഷ്യ എന്ന രാജ്യത്തെ പിടിച്ചടക്കി വളരെ ശ്രമകരമായിട്ടാണ് മുസ്ലിങ്ങൾ പേർഷ്യ പിടിച്ചടക്കിയത്. ഹുർമുസാന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ മുസ്ലിമീങ്ങൾ ആ കൂട്ടത്തിലുള്ള സ്വഹാബികളെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു എന്നാണ് അള്ളാഹുവിനോട്. അങ്ങനെയാണ് പേർഷ്യ പിടിച്ചെടുക്കുന്നത്. ആ ഹുർമുസാനെ അത്രയും ദൂരം യാത്ര ചെയ്ത് പിടിച്ചു കൊണ്ടുവന്നിട്ട് കൊല്ലാൻ നിർത്തുമ്പോൾ ഒരു വാക്കിൻ്റെ പേരിൽ അവിടെ ആ ശിക്ഷ നടപ്പിലാക്കാതെ മാറ്റുകയാണ്. അപ്പം ആ ഒരു വാക്ക് തെറ്റാണെന്ന് മുസ്ലിങ്ങൾക്കിടയിലെ ചർച്ച വന്നപ്പോൾ വിധി, ആ വാക്കിൻ്റെ പേരിൽ നടത്തിയ വിധി, അത് ഇസ്ലാമിൻ്റെ നീതിയാണെന്ന് മനസ്സിലാക്കിയ ഹുർമുസാൻ അവിടെ വെച്ച് ഷഹാദത്ത് കലിമ ചൊല്ലി. ഹുർമുസാൻ ഇസ്ലാം സ്വീകരിച്ചു. ഇസ്ലാമിൻ്റെ നീതി ഇതാണ്, ഇസ്ലാമിൻ്റെ വിധി പറയുന്നതിൻ്റെ നീതി ഇതാണ്. അത് ഉമർ റളിയല്ലാഹു അൻഹു ആണെങ്കിലും ശരി, നീതിയോടുകൂടി വിധി പറയാൻ കഴിയുന്നു എന്നുള്ളത് അന്നത്തെ ജഡ്ജിമാരുടെ, ഹാക്കിമുകളുടെ, ഖാദികളുടെ ഒരു പ്രത്യേകതയായിരുന്നു. ഹുർമുസാൻ ഇസ്ലാം സ്വീകരിക്കാൻ കാരണമായത് ഈ സംഭവമാണെന്നാണ്. ഇനി അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയമുണ്ട്. അപ്പോൾ ഹുർമുസാൻ എന്ന് പറയുന്ന വ്യക്തി ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഹോർമുസ് കടലിടുക്ക് ഏറ്റവും കൂടുതൽ കേട്ട് എന്താ ഇപ്പോൾ ഹോർമുസ് എന്ന് ചോദിച്ചാൽ അത് ഹുർമുസാൻ്റെ പേരിലാണ് ഹോർമുസ് കടലിടുക്കുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഹാക്കിം വിധി പറയുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഹാക്കിം വിധി പറഞ്ഞാൽ പിന്നെ അത് അവകാശമുള്ളവൻ്റെ അവകാശം നഷ്ടപ്പെട്ടാലും ഹാക്കിമിൻ്റെ മേലെ കുറ്റമില്ല. അതാണ് പണ്ഡിതന്മാർ ഈ ഹദീസ് വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇന്നമാ അന ബശറുൻ, ഞാനൊരു മനുഷ്യനാണ്, ഞാൻ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് വിധിക്കുക. ആരുടെയെങ്കിലും അവകാശങ്ങൾ അതുകൊണ്ട് ഹനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവനെതിരെ തെളിവ് കൊണ്ടുവന്നവനായിരിക്കും കുറ്റക്കാരൻ, ഹാക്കിമല്ല. വല്ലാഹു തആല അലം. നോക്കൂ, അപ്പോൾ ഇവിടെ ജനങ്ങളുടെ സമ്പത്ത് തിന്നെടുക്കുക, അതുമായി ബന്ധപ്പെട്ട് ഹദീസുണ്ട്. അതായത് കൈക്കൂലി കൊടുത്തുകൊണ്ട് അന്യൻ്റെ അവകാശം വേറൊരാളെ നേടിയെടുക്കുക, അതല്ലെങ്കിൽ അന്യായമായി തനിക്ക് കിട്ടേണ്ടതല്ല പക്ഷെ പൈസ കൊടുത്ത് വാങ്ങുക. ചിലത് അങ്ങനെയാണല്ലോ, കാശ് കൊടുത്ത്, കാശിൻ്റെ സ്വാധീനമുള്ളവൻ എവിടെയും കാശെറിഞ്ഞാൽ അവന് മറ്റൊരാളുടെ അവകാശം ഇവനിലേക്ക് വഴിമാറും. അല്ലെങ്കിൽ തനിക്കൊരിക്കലും അർഹതപ്പെടാത്ത ഒന്നിനെ കാശെറിഞ്ഞ് അന്യായമായി നേടിയെടുക്കും. ഇതിനെ ഭാഷയിൽ റിഷ്വത്ത്, കൈക്കൂലി എന്നാണ് പറയുക. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ലഅനല്ലാഹ്, അല്ലാഹു ശപിച്ചിരിക്കുന്നു, അർറാശി അൽ മുർതശി, കൈക്കൂലി കൊടുക്കുന്നവനും കൈക്കൂലി വാങ്ങുന്നവനെയും ലഅനല്ലാഹ്, അല്ലാഹു ശപിച്ചിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. കാരണം പലരും ഇത് കൊടുക്കേണ്ടി വരുന്നത് ചില സാഹചര്യങ്ങളിലൂടെയാണ്. ആ സാഹചര്യങ്ങൾ ഇല്ലാതാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. കൈക്കൂലി ഞാൻ കൊടുക്കൂല എന്ന് പറഞ്ഞവനും ചിലപ്പോൾ കൈക്കൂലി കൊടുത്തു പോകേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാവും. അപ്പോൾ കൈക്കൂലി കൊടുക്കുകയും വാങ്ങുന്നത് മാത്രമാണ് തെറ്റെന്ന ചില ആളുകൾ മനസ്സിലാക്കുക. പക്ഷെ കൈക്കൂലി കൊടുക്കുന്നത് തെറ്റാണ്.
അപ്പം അത്തരമൊരു സാഹചര്യങ്ങൾ ഇല്ലാതാകാൻ വേണ്ടിയാണ് നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇനി ത്വലാഖിൻ്റെ വിഷയവും ഇതുപോലെ തന്നെയാണ്. ത്വലാഖിൻ്റെ വിഷയവും ഇതേപോലെ തന്നെ ഹാക്കിമിൻ്റെ മുന്നിലെത്തുന്നു. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ന്യായം ഒരാളുടെ ഭാഗത്തായിരിക്കും, പക്ഷെ ജഡ്ജി വിധിക്കുന്നത് ചിലപ്പോൾ മറ്റൊരാൾക്ക് വേണ്ടിയായിരിക്കും. പക്ഷെ അള്ളാൻ്റെ മുന്നിൽ അവിടെ ന്യായമുള്ളവൻ്റെ അവകാശം ഒരിക്കലും നഷ്ടപ്പെടൂല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ ഹാക്കിമിനെ സംബന്ധിച്ചിടത്തോളം തെളിവല്ലാതെ മറ്റൊരു മാനദണ്ഡവും അയാളുടെ മുന്നിൽ വിധി പറയാൻ ഇല്ല. അപ്പോൾ ഈ ആയത്ത് കൈക്കൂലി കൊടുക്കുന്നതും വാങ്ങുന്നതും അന്യായമായി സമ്പത്ത് തട്ടിയെടുക്കാൻ വേണ്ടി ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു രീതിയാണ്. നേരെ കൊണ്ട് കേസ് കൊടുക്കും. കേസ് കൊടുത്താലുള്ള പ്രശ്നം പല പ്രശ്നങ്ങളാണ്. ഒന്നാ സമ്പത്ത് വിൽക്കാൻ പറ്റില്ല. ഒരു സ്ഥലം എൻ്റേതായിരിക്കും, പ്രമാണം എൻ്റെ കയ്യിലായിരിക്കും, പക്ഷെ ഞാൻ കൊണ്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കേസുള്ള സ്ഥലം വിൽക്കാൻ പറ്റുമോ? വിൽക്കാൻ പറ്റൂല. വാങ്ങാൻ വന്നവൻ കേസാണെന്ന് പറഞ്ഞ് തിരിച്ചു പോകും. അപ്പം കേസ് കൊടുത്തവൻ്റെ ലക്ഷ്യം എനിക്ക് കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല, ഇവൻ ഇതുകൊണ്ട് ഉപയോഗിക്കരുത്. അതാണ് വത്തുദുലു ഇല ഹുക്കാം ഇലൽ ഹുക്കാം, ഭരണാധികാരിയുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുക എന്നാണ്. ആ വാക്കൊന്ന് ആലോചിച്ച് നോക്ക്. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി, അതങ്ങനെയല്ലേ പറയാ. അതേപോലെ തൊട്ടി അങ്ങോട്ട് ഇട്ടാൽ ചിലപ്പോൾ വെള്ളം കിട്ടും, ചിലപ്പോൾ വെള്ളം കിട്ടൂല. ഇട്ട് നോക്കാം. അപ്പം കാലി തൊട്ടിയിട്ട് നിറത്തൊട്ടി വലിച്ചെടുക്കുന്ന ആ ഒരു സംഭവത്തിൻ്റെ പദപ്രയോഗമാണ് ഖുർആൻ ഇവിടെ നടത്തിയിരിക്കുന്നത്. അതിന് പണ്ഡിതന്മാർ മറ്റൊരു തഫ്സീറും കൊടുത്തത്, ചെറിയ പൈസ, കുറച്ച് ചെറിയ പൈസ ഭരണാധികാരിക്ക് കൊടുക്കും, ഒരുപാട് മറ്റൊരു ആ ചെറിയ പൈസ കൊണ്ട് വലിയ മുതൽ നേടിയെടുക്കും. നമ്മൾ ഭാഷാപരമായി നമ്മൾ മലയാളത്തിൽ പറയാറില്ലേ, കുറച്ച് കാശ് ഇറക്കേണ്ടി വരും. നമ്മൾ പറയില്ലേ, കുറച്ച് കാശ് ഇറക്കേണ്ടി വരും. അതില എന്ന് പറഞ്ഞാൽ ഒരു സാധനം നേടിയെടുക്കാൻ താഴോട്ട് ചെറുതിനെ ഇറക്കണേനാണ് അതില എന്ന് പറയുക. എന്നിട്ട് വലുത് വലിച്ചെടുക്കുക. നമ്മൾ ചൂണ്ടയിടണമെന്നൊക്കെ പറയുമല്ലേ, അതേപോലെ. അപ്പോൾ ഖുർആൻ നടത്തിയ പ്രയോഗം വളരെ സൂക്ഷ്മമാണ്, കൃത്യമാണ്. അത് ദൽവ്, അതിൽ നിന്നാണ് ദൽവുൻ വന്നത്. ദൽവുൻ. അതുപോലെ തന്നെ ഹാക്കിമിൻ്റെ ജംആണ് ഹുക്കാം, വിധികർത്താക്കൾ. ഹാക്കിം അതിൻ്റെ ബഹുവചനമാണ് ഹുക്കാം. അക്കല നമ്മൾ മുമ്പ് എഴുതിയതാണ്, അത് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അക്കല യഅ്കുലു. ഓക്കെ, നമുക്ക് അടുത്ത ആയത്തിലേക്ക് പോവാം. യസ്അലൂനക്, താങ്കളോട് ചോദിക്കുന്നു അല്ലെങ്കിൽ ചോദിക്കും. അനിൽ അഹില്ല, ഹിലാലിൻ്റെ ജംആണ് അഹില്ല. മാസപ്പിറവികളെപ്പറ്റി അവർ താങ്കളോട് ചോദിക്കും അല്ലെങ്കിൽ ചോദിക്കുന്നു. സഅല യസ്അലൂന, അവർ ചോദിക്കുന്നു താങ്കളോട്. യസ്അലൂനക് അനിൽ അഹില്ല. അഹില്ല എന്ന് പറഞ്ഞാൽ ഹിലാലിൻ്റെ ജംആണ് അഹില്ല. അഹില്ല, മാസപ്പിറവികൾ. ഖുൽ, നബിയെ പറയണം, ഹിയ, അത് മവാഖീതു ലിന്നാസി വൽ ഹജ്ജ്, ജനങ്ങൾക്കും ഹജ്ജിനുമുള്ള മവാഖീത്തുകളാണ്. മവാഖീത്ത് എന്ന് പറഞ്ഞാൽ മീഖാത്തുകളുടെ ജമ്മാണ്. മീഖാത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ഹജ്ജിനും ഉംറയ്ക്കൊക്കെ പോണവർക്ക് മീഖാത്ത് അറിയാം. അപ്പം മീഖാത്ത് എന്ന് പറഞ്ഞാൽ സമയം നിർണ്ണയിക്കാനുള്ള ഒന്നാണ് മീഖാത്ത് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ജമാണ് മവാഖീത്ത്. ജനങ്ങൾക്കും ഹജ്ജിനുമുള്ള സമയനിർണയമാണ് അല്ലഹില്ല, മാസപ്പിറവി. കാരണം സൂര്യൻ ഒരിക്കലും പകുതിയായി കാണുന്നില്ല, നമ്മൾ അത് ഹിലാലായി കാണുന്നില്ല. ചന്ദ്രൻ്റെ 3 അവസ്ഥകൾ വിശദീകരിക്കാറുണ്ട്. ചന്ദ്രൻ ഫുൾ മൂണ് പറയും, അതിനാണ് നമ്മൾ ബദർ എന്ന് പറയുക. ബദർ, പൂർണ്ണചന്ദ്രൻ. 14 രാവിലെ ചന്ദ്രനെ പറ്റി പറഞ്ഞില്ലേ ഹദീസുകളിൽ, പൂർണ്ണചന്ദ്രൻ. അവിടെ ബദർ എന്നാണ് പ്രയോഗിച്ചത്. എന്നാൽ ക്രസൻറ്റ് മൂണുണ്ട്, അതിനെ അറബിയിൽ ഹിലാൽ എന്താണ് പറയുക, ഹിലാൽ, ക്രസൻറ്റ് മൂൺ.
അതേപോലെ തന്നെ ന്യൂ മൂണുണ്ട്, മുഹാക്ക് എന്നാണ് പറയുക, മുഹാക്ക് ന്യൂ മൂണിന്. അപ്പോൾ ഈ നമ്മൾ മലയാളത്തിൽ ഹിലാൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളത്തിൽ നമ്മൾ ബാലചന്ദ്രൻ എന്നൊക്കെ പറയും. ബാലചന്ദ്രൻ, അതിനെ അറബിയിൽ ഹിലാൽ എന്നാണ് പറയുക. അതായത് ക്രസൻറ്റ് മൂൺ, വളരെ ചെറിയ നേരിയ രൂപത്തിൽ കാണുന്ന ആ അവസ്ഥയാണ് ഹിലാൽ. ഇത് മാസത്തിൻ്റെ തുടക്കത്തിലും ഇങ്ങനെ ഇരിക്കും, മാസത്തിൻ്റെ അവസാനത്തിലും ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഈ അവസ്ഥകൾ എന്താണ് ഇങ്ങനെ ചന്ദ്രനിൽ വരാൻ കാരണം? സ്വാഭാവികമായിട്ട് ഒരാൾക്ക് ചോദിക്കാമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകട്ടെ എല്ലാവിധ അറിവും ലഭിച്ച ആളാണ്. നബിയുടെ അടുക്ക് വന്നിട്ട് സഹാബികൾ ചോദിച്ചു എന്നാണ്, എന്താ ഇപ്പോൾ ഈ ചന്ദ്രൻ ഇങ്ങനെ ചെറുതായി വരുന്നു, പിന്നീട് അത് വലുതായി വരുന്നു, അപ്പോൾ അത് എന്താണ് എന്ന് ചോദിച്ചു എന്നാണ്. അപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു, അതിൻ്റെ ഒരു ശാസ്ത്രീയ വശം കൂടിയാണ് അവർ ഉദ്ദേശിച്ചെന്നുകൂടി ഹദീസുകൾ പ്രമാണങ്ങളിൽ കാണാൻ പറ്റും. പക്ഷെ ശാസ്ത്രീയ വശമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി. അതിനൊരു ശാസ്ത്രീയ ഭാഗമുണ്ട്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി ശാസ്ത്രം വിശദീകരിക്കലല്ലോ. ഒരു പ്രബോധനെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രം വിശദീകരിച്ചാൽ സാധാരണക്കാർക്ക് മനസ്സിലാകില്ല. പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ് വിശദീകരിക്കേണ്ടത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ കാര്യത്തെപ്പറ്റിയും ശാസ്ത്രീയമായ ഭാഗമല്ല പറഞ്ഞത്. എന്നാൽ ഖുർആനിൽ പറഞ്ഞ ശാസ്ത്രമുണ്ട്. ശാസ്ത്രത്തിൻ്റെ ഭാഗം ഖുർആൻ പറഞ്ഞു ഒന്നും തെറ്റിയിട്ടില്ല. പക്ഷെ അതിൻ്റെ ശാസ്ത്രീയമായ വിഷയം വിശദീകരിക്കലല്ല ഖുർആനിൻ്റെ ലക്ഷ്യം. പ്രവാചകൻ്റെ പ്രബോധനവും അതല്ലായിരുന്നു. കാരണം അത് വിശദീകരിച്ചാൽ എല്ലാ മനുഷ്യന്മാർക്കും അത് ഉൾക്കൊള്ളാൻ കഴിയൂല. ഇപ്പം ഇവിടെ നിന്ന് സയൻസ് ഒരാൾ പറയുകയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാ മനുഷ്യന്മാർക്കും അത് മനസ്സിലാവുമോ? മനസ്സിലാവില്ല. അതുമായി ബന്ധമുള്ളവനെ അത് മനസ്സിലാവുള്ളൂ. പക്ഷെ അതിൽ നിന്ന് ഒരു വിശ്വാസിക്ക്, ഒരു മനുഷ്യന് കിട്ടേണ്ട കാര്യം എന്താണെന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും മറ്റു പ്രവാചകന്മാരും വിശദീകരിച്ചു കൊടുക്കുക. അതാണ് ഖുർആനിൻ്റെ ലക്ഷ്യവും. അപ്പോൾ ഇവിടെ ഈ ചന്ദ്രൻ കുറഞ്ഞു വരുന്നു, പിന്നെ കൂടി വരുന്നു, എന്താണ് ഈ ഹിലാൽ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ചോദിച്ചിരുന്നു എന്നാണ്. ആ സന്ദർഭത്തിലാണ് ഈ ആയത്ത് അവതരിച്ചതെന്നാണ് ഹദീസുകൾ കാണാം, റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ കഴിയും. യാ റസൂലല്ലാഹ്, സ്വഹാബത്ത് ചോദിക്കുകയാണ്, ലിമ ഖുലിഖത്തൽ അഹില്ല, എന്തിനു വേണ്ടിയാണ് ഈ ഹിലാലുകൾ സൃഷ്ടിക്കപ്പെട്ടത്? ഫഅൻസലല്ലാഹ്, അള്ളാഹു അപ്പോൾ ഈ ആയത്ത് അവതരിപ്പിച്ചു, യസ്അലൂനക അനിൽ അഹില്ല ഖുൽ ഹിയ മവാഖിതു ലിന്നാസി വൽ ഹജ്ജ്. അപ്പോൾ നമുക്കും ചോദിക്കാമല്ലോ, പല ആളുകളും ചോദിക്കാനാണ്, ഇസ്ലാമിൽ എന്തുകൊണ്ടാണ് ഈ ആരാധന മുഴുവൻ ഈ ഹിലാലിനെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്നതെന്ന്. ഒരു വല്ലാത്ത ചോദ്യമാണത്. കാരണം ഇംഗ്ലീഷ് കലണ്ടർ സ്വീകരിച്ചാൽ പോരെ, നിങ്ങൾ ഈ മാറ്റം എന്തിനാണ് എന്നുള്ളത് സ്വാഭാവികമായിട്ടൊരു ചോദ്യമാണ്. പക്ഷേ സമയം നിർണ്ണയിക്കാൻ ഏറ്റവും സ്യൂട്ടായിട്ടുള്ളത് ചന്ദ്രൻ്റെ മാസക്കണക്കുകൾ വെച്ചുകൊണ്ടാണ്. കാരണം അത് മനുഷ്യന് സൂര്യൻ്റെ കണക്ക് വെച്ച് പോലെയല്ല, മനുഷ്യന് കണ്ണുകൾ കൊണ്ട് ദൃശ്യമാകുന്നൊരു വിഷയമാണ് ചന്ദ്രൻ്റെ മാറ്റം. ഇത് മനുഷ്യർക്ക് സമയം നിർണ്ണയിക്കാൻ കഴിയും. ഇനി ഒരു ടെക്നോളജിയും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലും മാസം നിർണ്ണയിച്ചത് എങ്ങനെ ആലോചിച്ച് നോക്ക്. സമയം നിർണ്ണയിച്ചത് എങ്ങനെ? അതിലേറ്റവും പ്രധാനപ്പെട്ട പങ്ക് ചന്ദ്രനാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ മറ്റൊരിടത്ത് രാപ്പകലുകൾ മാറി വന്നതും സൂര്യനെയും ചന്ദ്രനെയൊക്കെ പറ്റി പറഞ്ഞപ്പോൾ അവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, നിങ്ങൾക്ക് കണക്ക് നോക്കാൻ വേണ്ടിയാണ് അള്ളാഹു ചന്ദ്രനെ സൃഷ്ടിച്ചതെന്ന് പറഞ്ഞു. ചന്ദ്രൻ്റെ വിഷയം പറഞ്ഞപ്പോൾ കണക്കിനെ പറ്റി പറഞ്ഞു അള്ളാഹു സുബ്ഹാനഹു വതആല. അപ്പോൾ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, യസ്അലൂനക അനിൽ അഹില്ല ഖുൽ ഹിയ മവാഖിതു ലിന്നാസി വൽ ഹജ്ജ്. ജനങ്ങൾക്ക് സമയം നിർണ്ണയിക്കാനാണ്. ഇതൊരു ഭൗതികപരമായ കാര്യമാണ്. അവിടെ ജനങ്ങളെന്നാണ് പറഞ്ഞത്, മുസ്ലിങ്ങളെന്ന് പറഞ്ഞില്ല. അപ്പോൾ ജനങ്ങൾക്ക് സമയം നിർണ്ണയിക്കുക എന്ന് പറഞ്ഞാൽ ഏത് ജനങ്ങൾക്കും, മുസ്ലിം അല്ലാത്തവർക്കും സമയം നിർണ്ണയിക്കാൻ അത് പറ്റും. അപ്പോൾ ഭൗതികമായി അതിന് ഒരു മാനദണ്ഡമുണ്ട്. വൽ ഹജ്ജ്, ഹജ്ജ് കൂടി പറഞ്ഞപ്പോഴോ മതപരമായും ആ ഹിലാൽ നോക്കണേന് ഒരു പ്രത്യേക പ്രാധാന്യമുണ്ട്. അപ്പോൾ അവിടെ പ്രത്യേകമായ ഒരു ആരാധനയെ എടുത്തു പറഞ്ഞതിൽ നിന്ന് പണ്ഡിതന്മാർ പറയുന്നത് ലൗകികവും മതപരവുമായ കാര്യത്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ അഹില്ലയെ, ഹിലാലിനെ സംവിധാനിച്ചിട്ടുള്ളത് എന്നാണ്. ഏതൊക്കെ കാര്യത്തെയാണ് നമ്മൾ ഹിലാൽ വെച്ച് നോക്കുക? ഹിലാൽ വെച്ച് നോക്കുന്നതൊക്കെ മാസപ്പിറവി, അതുമായി ബന്ധപ്പെട്ട ഹദീസ് നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജഅലല്ലാഹുൽ അഹില്ല, അള്ളാഹു നിങ്ങൾക്ക് ഹിലാലിനെ ആക്കി തന്നിരിക്കുന്നു. ഫഇദാ റഅയ്തുമുൽ ഹിലാല ഫസൂമു, ഹിലാൽ കണ്ടാൽ നിങ്ങൾ നോമ്പെടുക്കണം. വഇദാ റഅയ്തുമൂഹു അഫ്തിറു, നിങ്ങൾ ആ ഹിലാലിനെ വീണ്ടും കണ്ടാൽ നിങ്ങൾ
നോമ്പ് അവസാനിപ്പിക്കണം. നോമ്പ് തുടങ്ങുന്നതും നോമ്പ് അവസാനിപ്പിക്കുന്നതും ഹിലാൽ കൊണ്ടാണ്. മാസത്തിൻ്റെ തുടക്കത്തിലും അവസാനത്തിലും ഹിലാലായിരിക്കും. പിന്നെ ഹജ്ജ് നിർണയിക്കുന്നത് ഹിലാലിലൂടെയാണ്. അതിൻ്റെ തെളിവാണ് ഈ ആയത്ത്. ഇനിയുണ്ട്, സ്ത്രീകളുടെ ഇദ്ദ കണക്കാക്കേണ്ടത് മാസപ്പിറവി കണക്കാക്കിക്കൊണ്ടാണ്. അതാണ് അറബി മാസമാണ് നോക്കേണ്ടത്. ഇദ്ദ കണക്കാക്കുമ്പോൾ ഇംഗ്ലീഷ് മാസമല്ല കണക്കാക്കേണ്ടത്. പിന്നെയോ 4 മാസവും 10 ദിവസവും ഇദ്ദയിരിക്കുന്ന സ്ത്രീയുടെ ആ മാസം കണക്കാക്കേണ്ടത് അറബി മാസത്തിലാണ്. ഇദ്ദയുടെ വിഷയം പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിലാലിൻ്റെ വിഷയം കൊണ്ടുവന്നു. അത് നിങ്ങൾക്ക് എണ്ണം കണക്കാക്കാനാണെന്ന് പറഞ്ഞു. അപ്പോൾ അറബി മാസത്തെ കണക്കാക്കിക്കൊണ്ടാണ് സ്ത്രീകൾ ഇദ്ദ ഇരിക്കേണ്ടത്. അപ്പോൾ അതും ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അത് വിശദീകരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ജഅലഹല്ലാഹു മവാഖീത ലിസ്സൗമിൽ മുസ്ലിമീൻ വ ഇഫ്താരിഹിം, മുസ്ലിങ്ങളുടെ നോമ്പ് അവസാനിക്കുന്നതും തുടങ്ങുന്നതും അവസാനിക്കുന്നതും, വ ഇദ്ദത്തി നിസാഇഹിം, സ്ത്രീകളുടെ ഇദ്ദ, അതേപോലെ തന്നെ വ മഹല്ലി ദൈനിഹിം, അവരുടെ മറ്റ് മതപരമായ കാര്യങ്ങൾ, ബൗദ്ധികപരമായ കാര്യങ്ങൾ, അതേപോലെ തന്നെ ഹജ്ജ്, ഇതെല്ലാം ഹിലാൽ വെച്ച് നോക്കിയിട്ടാണ്. ഇനി അതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു കാര്യമുണ്ട്, അത് നിങ്ങളൊന്ന് നോക്കി. അതിനുശേഷം അല്ലാഹ് പറയുകയാണ് വലൈസൽ ബിർറു, പുണ്യമല്ല. ബിർറെന്ന് പറയുന്ന വാക്കിനെ പുണ്യമെന്നും പുണ്യവാനെന്നും ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ തൊട്ട് 2 പേജ് അപ്പുറത്ത് ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബി വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാ ആയത്ത് പഠിച്ചപ്പോൾ ബിർറിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞിരുന്നു. ബിർറെന്ന് പറഞ്ഞാൽ പുണ്യം, പുണ്യവാന്മാർ. അപ്പോൾ ഇവിടെ അല്ലാഹ് പറയുന്നത് വലൈസൽ ബിർറു, പുണ്യവാന്മാരല്ല, അല്ലെങ്കിൽ പുണ്യമല്ല. ബി അൻ തഅ്തുൽ ബുയൂത്ത്, വീടുകളിൽ പ്രവേശിക്കുന്നത്, മിൻ ദുഹൂരിഹാ, അതിൻ്റെ പിറകുവശത്തിലൂടെ വീടുകളിൽ പ്രവേശിക്കുന്നത് ലൈസൽ ബിർറു, പുണ്യമുള്ള കാര്യമല്ല. ദുഹൂർ എന്ന് പറഞ്ഞാൽ നമ്മൾ മുതുകിന് എന്താ പറയുക? ലൊഹർ എന്ന് പറയില്ല. ലൊഹർ, മുതുകിന് പറയണ ഭാഗം ലൊഹർ എന്നാണ്. ലൊഹറല്ല, ലൊഹർ. അതിൻ്റെ ജമ്മാണ് ലുഹൂർ. അതായത് പിറകുവശങ്ങളിലൂടെ നിങ്ങൾ വീടുകളിൽ പ്രവേശിക്കുന്നത് പുണ്യമുള്ള കാര്യമല്ല. വലാകിന്നൽ ബിർറ, എന്നാൽ പുണ്യമെന്ന് പറഞ്ഞാൽ മനിത്തഖാ, ഇത്തഖാ, അള്ളാനെ സൂക്ഷിക്കുക. ഇത്തഖാ യത്തഖി എന്ന് പറഞ്ഞാൽ അള്ളാനെ സൂക്ഷിക്കുക. അള്ളാനെ സൂക്ഷിക്കുക എന്ന് പറയുന്ന കാര്യമാണ് പുണ്യമെന്ന് പറയണത്. അതല്ല വീടിൻ്റെ ബാക്കിലൂടെ പ്രവേശിക്കുന്ന കാര്യം പുണ്യമല്ല. അവിടെ ഒരു കോണ്ടസ്റ്റ് ഉണ്ട്, അവിടെ ഒരു സന്ദർഭമുണ്ട്. കാരണം ഇവിടെ അഹില്ലയെ പറ്റി പറഞ്ഞതിന് ശേഷം നേരെ പോയത് വീടിൻ്റെ ബാക്കിലൂടെ പ്രവേശിക്കുന്ന കാര്യമാണ് പറയണത്. അപ്പോൾ ഇതിൻ്റെ ഒരു കണക്ഷൻ എന്താ? പെട്ടെന്ന് സാധാരണക്കാരായ ഒരാളിത് വായിക്കുമ്പോൾ തോന്നും നിലാവിനെ പറ്റി പറഞ്ഞു, ഹിലാലിനെ പറ്റി പറഞ്ഞു, അവിടെ ഹജ്ജിനെ പറ്റി പറഞ്ഞു, പിന്നെ പറയണ് വീടിൻ്റെ ബാക്കിലൂടെ പ്രവേശിക്കുന്നത് പുണ്യമുള്ള കാര്യമല്ല, പിന്നെയോ അള്ളാനെ സൂക്ഷിക്കുന്നതാണ് പുണ്യമുള്ള കാര്യം. പിന്നെ അള്ളാഹ് പറഞ്ഞു വഅ്തുൽ ബുയൂത്ത്, നിങ്ങളുടെ വീടുകളിലേക്ക് നിങ്ങൾ പ്രവേശിക്കണം, മിൻ അബ്വാബിഹാ, അതിൻ്റെ മുന്നിലുള്ള അതിൻ്റെ യഥാർത്ഥ ഡോറിലൂടെ നിങ്ങൾ പ്രവേശിക്കണം. അപ്പോൾ ഇത് പറയാനൊരു കാരണമുണ്ട്. ഹജ്ജ് പറഞ്ഞതിൻ്റെ കൂട്ടത്തിലേക്ക് ജോയിൻ്റ് ആക്കിയാണ് ഇത് പറഞ്ഞത്. തഫ്സീറിൽ കാണാൻ കഴിയും, ഹജ്ജിലായിരിക്കെ ഒരാൾ, അറബികൾക്കിടയിലുണ്ടായ ഒരു സമ്പ്രദായമാണ്, ഹജ്ജിലായിരിക്കെ, ഇഹ്റാമിലായിരിക്കെ, ഹജ്ജ് കഴിഞ്ഞിട്ടില്ല, പക്ഷേ ഹജ്ജ് അവസാനിപ്പിച്ച ഒരാൾ വരികയാണെങ്കിൽ അയാൾ വീടിൻ്റെ മുന്നിലൂടെ വരൂല, അയാൾ വീടിൻ്റെ ബാക്കിലൂടെ വരുള്ളൂ. ഇതാണ് ഒരു അഭിപ്രായം. അത് അവർ പുണ്യമായിട്ട് കണ്ടിരുന്നു എന്നാണ്. ഇടയ്ക്ക് ഇനി ഹജ്ജ് അവസാനിപ്പിച്ചിട്ടില്ല, ഹജ്ജ് ഇഹ്റാമിൽ തന്നെയാണ്, അയാൾക്ക് വീട്ടിലേക്ക് വന്നോന്ന് തോന്നി, എങ്കിലും അയാൾ മുന്നിലൂടെ വരൂല, ഹജ്ജ് അവസാനിച്ചിട്ടില്ല, ദൗത്യം പൂർത്തിയായിട്ടില്ല, അപ്പോൾ വീടിൻ്റെ ബാക്കിലൂടെ വരുള്ളൂ. ഇതാണ് അവർ പുണ്യമായിട്ട് കണ്ടിരുന്നത്. മറ്റൊരഭിപ്രായം പറയുന്നത്, മദീനയിലെ ആളുകൾ, അൻസാറുകൾ വീട്ടിൽ നിന്നൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിപ്പോയി, പക്ഷേ ഇടയ്ക്ക് വെച്ച് തിരിച്ച് വീട്ടിലേക്ക് വരേണ്ടി വന്നു. അപ്പോൾ ഒരു ഫ്രണ്ടിൽ കൂടി വരൂല, ബാക്കിൽ കൂടി വരുള്ളൂ. നമ്മുടെ നാട്ടിലുണ്ട് കുറേ ആളുകൾക്ക്, അല്ലേ? ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ പിന്നെ വഴിക്ക് വെച്ച് തിരിച്ചു പോകുമ്പോൾ ഫ്രണ്ടിൽ കൂടി പോയാലത് മോശമാണ്, ബാക്കിൽ കൂടി പോകാം, കാരണം പോയ കാര്യം പൂർത്തിയായിട്ടില്ല. ഇനി പോണ വഴിക്ക് ആരെങ്കിലും തിരിച്ചു വിളിച്ചാലോ അത് മൊത്തം മോശമാണെന്നാണ് പറയുക, അല്ലേ?
ഒരു കാര്യത്തിന് വേണ്ടി പുറത്തേക്ക് ഇറങ്ങി നടന്നു പോകുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം മറന്നുപോയത് കൊടുക്കാൻ വേണ്ടി തിരിച്ചു വിളിച്ച ഇന്നത്തെ ദിവസം പോയി എന്ന് പറയും. തിരിച്ചു വിളിച്ചു. യാത്ര പുറപ്പെട്ടു പോയപ്പോൾ പിറകീന്ന് വിളിക്കല്ലേ എന്നാ പറയാ, പിറകീന്ന് വിളിക്കല്ലേ എന്ന്. ഇതേപോലത്തെ ഒരു അന്ധവിശ്വാസം പുണ്യമായി മദീനക്കാർ കണ്ടിരുന്നു എന്നാണ്. ഒരു കാര്യത്തിന് വീട്ടിൽ നിന്ന് പോയാൽ പെട്ടെന്ന് തിരിച്ചു വരേണ്ടി വന്നാൽ വീടിൻ്റെ ഫ്രണ്ടിലൂടെ വരൂല, ബാക്കിലൂടെ വരിക. ഇത് അവരുടെ രീതിയായിരുന്നു. ഇതിനെ വിമർശിച്ചുകൊണ്ടാണ് ഈ ആയത്തിൽ ഇത് പറഞ്ഞു എന്നാണ്. അപ്പം അത് ഇവിടെ എന്തിനു കൊണ്ടുവന്നു? ഹജ്ജുമായി ബന്ധപ്പെട്ട വിഷയം അവിടെ പറഞ്ഞതിനോട് കൂട്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്നത്. ഹജ്ജിൻ്റെ വിഷയത്തിലും ഇങ്ങനെ തന്നെയാണ്. ഹജ്ജ് ചെയ്യാൻ പോയിട്ട് അവർ തിരിച്ചു വരുമ്പോൾ വീടിൻ്റെ ബാക്കിലൂടെ അവർ വരും. അത് പൂർത്തിയാക്കാൻ പറ്റിയില്ലെങ്കിൽ, ഹജ്ജ് പൂർത്തിയാക്കാൻ പറ്റിയില്ലെങ്കിൽ. അപ്പോൾ ഒരു നല്ല കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചു, അത് വിജയം കണ്ടില്ല എങ്കിൽ വീടിൻ്റെ മുന്നിലൂടെ പോകാൻ പറ്റൂല, അത് പിറകിലൂടെ പോകണം എന്നാണ് ഇവർ വിചാരിച്ചിരുന്നത്. അപ്പോൾ ഇത് ശരിയല്ല. വീട്ടിലേക്ക് കയറുകയാണെങ്കിൽ നേരെ തന്നെ പോകണം. ഒരു പൊതുവായ തത്വം കൂടി ഈ ആയത്തിൽ നിന്ന് പണ്ഡിതന്മാർ തെളിവ് പിടിച്ചിട്ടുണ്ട്. ഏത് കാര്യത്തിൻ്റെയും ശരിയായ വശങ്ങളിലൂടെയാകണം ചെല്ലേണ്ടത്, കുറുക്കു വഴിയിലൂടെ പോകരുത്. മനസ്സിലായോ? ഏത് കാര്യത്തിന് വേണ്ടിയും അതിന് നേരെയുള്ള വാതിലുണ്ടാവും, നേരെയുള്ള വഴിയുണ്ടാവും, ആ വഴിയിലൂടെ തന്നെ പോവുക. അതാണ് ഇതിൻ്റെ ഏറ്റവും ശരിയായ മര്യാദയെന്ന് ഈ ആയത്ത് വെച്ച് പണ്ഡിതന്മാർ തെളിവ് പിടിച്ചു. അപ്പോൾ ഒരു ആയത്ത് കിട്ടുമ്പോഴേക്കും കേവലം ഒരൊറ്റ കാര്യം മാത്രമല്ല പണ്ഡിതന്മാർ ഇസ്തിംബാത്ത് ചെയ്യുക, ആ ആയത്തുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും അതിൽ നിന്ന് തെളിവ് പിടിക്കുമെന്നാണ്. തെളിവ് പിടിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയ ഒരു ഉദാഹരണം സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞില്ലേ, അസ്ഹാബുൽ കഹ്ഫിൻ്റെ പേരിൽ നമുക്കൊരു സ്മാരകം പണിയാമെന്ന് കുറച്ച് ആളുകൾ പറഞ്ഞു അല്ലേ? കുറേ ആളുകൾ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും പണിയണ്ടേ. നമ്മൾ മെമ്മോറിയൽ ബിൽഡിങ്ങുകൾ കാണാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ പണിയാമെന്ന് പറഞ്ഞു. അപ്പോൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, അവരുടെ വിഷയത്തിൽ കുറച്ചുകൂടി കാര്യഗൗരവമുള്ള ആളുകൾ പറഞ്ഞു നമുക്ക് അവരുടെ പേരിലൊരു പള്ളി പണിയാം. ഈ ആയത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന തെളിവെന്താ? ഒരു വ്യക്തിയുടെ ഓർമ്മ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകാൻ ഒരു പള്ളി പണിതാൽ അയാളുടെ പേര് വെക്കാം. അതുകൊണ്ടാണ് പല സ്വഹാബികളുടെ പേരിലും പള്ളിയുള്ളത്, പല ചരിത്രവുമായി ബന്ധപ്പെട്ട് പള്ളിയുള്ളത്. അങ്ങനെ ഒരു പള്ളി പണിത് ഒരു പേര് വെച്ചാൽ അത് തെറ്റല്ല. കാരണം വിശുദ്ധ ഖുർആനിൽ അതിന് തെളിവുണ്ട്. ഈ ആയത്താണ് അതിനുള്ള തെളിവ്. മനസ്സിലായോ? അപ്പോൾ ഇതേപോലെ ആയത്തിൽ നിന്ന് പണ്ഡിതന്മാർ തെളിവ് പിടിക്കുക. ആ സംഭവം കഥയായിട്ട് കേട്ടുപോവല്ല, പക്ഷെ ആ കഥയിൽ നിന്ന് എന്താണ് നമുക്ക് കിട്ടുന്ന കുറേ ഗുണങ്ങളുണ്ട്. അതാണ് ഇസ്തിംബാത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ. ഒരു വിഷയം പറഞ്ഞത് വേറെ പല വിഷയങ്ങൾക്കും അതിൽ നിന്ന് തെളിവ് കിട്ടും. അപ്പോൾ ഇവിടെ ഈ ആയത്തിൽ നിന്ന് തെളിവ് പിടിച്ചു. നേരെ ഒരു കാര്യം സാധിക്കാൻ വേണ്ടി വഴിയുണ്ടെങ്കിൽ നേരെയുള്ള വഴിയിലൂടെ തന്നെ പോകണം. അതാണ് എൻ്റെ ഏറ്റവും ശരിയായ രീതി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കണം. ആ ആളുകൾക്കിടയിൽ ഇങ്ങനത്തെ പരിപാടികൾ ചെയ്താലേ പുണ്യവാന്മാരാകൂ എന്നൊരു ധാരണയുണ്ട്. അല്ലാഹ് പറയണ അല്ല, അള്ളാഹനെ സൂക്ഷിക്കലാണ് പുണ്യം. വത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയം പ്രാപിച്ചേക്കും. എന്താണ് തഖ്വ എന്ന് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ തഫ്സീർ ചെയ്തുകൊണ്ട് അവസാനം വിശദീകരിക്കുന്നുണ്ട്. ഇത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഫഫ്അലു മാ അമറക്കും ബിഹി, അള്ളാഹു കൽപ്പിച്ചത് ചെയ്യുകയും വത്റുകു മാ നഹാകും അൻഹു, അള്ളാഹു വിരോധിച്ചത് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കലുമാണ് തഖ്വ. ഈ തഖ്വ ആരുടെ കയ്യിലുണ്ടോ അവനാണ് വലാകിന്നൽ ബിർ, അവനാണ് പുണ്യവാൻ, അവനാണ് പുണ്യം ചെയ്തവൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഒന്ന്, കൈക്കൂലി കൊടുക്കുന്നതും വാങ്ങുന്നതും, മറ്റൊരാളുടെ സമ്പത്ത് അയാൾക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി വിധികർത്താക്കളുടെ മുന്നിൽ പോയി കള്ളക്കേസുകൾ കൊടുക്കുന്നതും വ്യാജമായ തെളിവുകൾ അതിനുവേണ്ടി സമർപ്പിക്കുന്നതും ഇസ്ലാം ശക്തമായി എതിർത്തു പറയുകയാണ്. അങ്ങനെ നിങ്ങളുടെ സഹോദരങ്ങളുടെ സമ്പത്ത് നിങ്ങൾ തിന്നരുത് എന്ന് പറയാം. നിങ്ങളുടെ സഹോദരങ്ങളുടെ സമ്പത്ത് എന്നാണ് അവിടെ അർത്ഥം പറയുന്നത് പണ്ഡിതന്മാർ. അതുകൊണ്ടാണ് ലാ തഅ്കുലു വലാ തഅ്കുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ, മറ്റുള്ളവൻ്റെ സമ്പത്തെന്ന് പറയാതെ നിങ്ങളുടെ സമ്പത്തെന്ന് പറഞ്ഞത് സ്വന്തം സഹോദരൻ്റെ സമ്പത്ത്, അത് സംരക്ഷിക്കപ്പെടേണ്ടത് നമ്മുടെയും കൂടി ബാധ്യതയാണ്. വല്ലാഹു തആല ആലം. മറ്റൊന്ന് ഹിലാലുമായി ബന്ധപ്പെട്ട വിഷയം. അതേപോലെ തന്നെ അതിനോടനുബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്ന മറ്റൊരു വിഷയം, വീടിൻ്റെ ബാക്കിലൂടെ കയറരുത്, മുന്നിലൂടെ പോകണം എന്ന് പറഞ്ഞ വിഷയവും.
ഏതായാലും ഇൻഷാ അല്ലാഹ് മറ്റൊരു 190-ാമത്തെ ആയത്ത് മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും അത് ഉൾക്കൊള്ളാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൻ്റെ ആളുകളായി നാളെ റബ്ബിനെ കണ്ടുമുട്ടാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളിൽ നിന്ന് ഈ ഒരു സമയവും ഈ ഒരു ഇരുത്തവും അധ്വാനവും സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഇങ്ങനെ ഈ ഒരു ഞായറാഴ്ചയുടെ പ്രഭാതത്തിൽ ഒരുമിച്ച് കൂടാനും ഇങ്ങനെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ താഴെ നമുക്ക് വന്നിരുന്ന് പഠിക്കാനുള്ള സംവിധാനങ്ങൾ നമുക്ക് ഒരുക്കി തന്നവരിൽ ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ, ഇതിൻ്റെ ഈ സ്ഥാപനത്തിൻ്റെ കമ്മിറ്റിക്കാർ, ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവർ, അല്ലാഹു സുബ്ഹാനഹു തആല അവർക്കെല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഇതിൻ്റെ എല്ലാം ഒരു ഓഹരി നാളെ പരലോകത്ത് അവരുടെ മീസാനിൽ, അവരുടെ കർമ്മത്തിൻ്റെ രേഖയിൽ അല്ലാഹു എഴുതപ്പെടുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഒരു ഇരുത്തം സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അല നബിയിന മുഹമ്മദ് വഅല ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.